എങ്ങനെയുണ്ട്? സൂപ്പർ സൂപ്പർ. ഹലോ, അപ്പോൾ ഇന്നൊരു നോർമൽ ഡേ ആണ്. പ്രത്യേകിച്ച് പരിപാടികളൊന്നും തന്നെ ഇല്ല. ഇന്ന് വ്യാഴാഴ്ച ആയതുകൊണ്ട് നമുക്കിന്ന് ബിരിയാണി കിട്ടുന്ന ദിവസമാണ് കേട്ടോ. നോമ്പ് തുടങ്ങിക്കഴിഞ്ഞാൽ എല്ലാ വ്യാഴാഴ്ചകളിലും നമുക്ക് ബിരിയാണി കിട്ടാറുണ്ട്. ബിരിയാണി വണ്ടിയാണ് ഫ്രണ്ടിൽ കിടക്കുന്നത്. പാത്തു അതിനുള്ള വെയിറ്റിങ്ങിലാണ് കേട്ടോ. അങ്ങനെ ഫൈനലി അവൾക്കുള്ള ബിരിയാണി കിട്ടി. ഇത് ഈ ഒരു കവറിൽ 2 പാക്കറ്റ് ബിരിയാണി ഉണ്ട് കേട്ടോ. നമ്മുടെ ഒരു ഫാമിലിക്ക് ഫുള്ള് കഴിക്കാൻ അത് മതിയാവും. പിന്നെ നമ്മൾ നോമ്പ് തുറക്കാനായിട്ട് കസ്റ്റാർഡ് ഉണ്ടാക്കി. ഇന്ന് പാത്തൂട്ടിക്ക് നോമ്പുണ്ട്. പാത്തൂട്ടിക്ക് നോമ്പുള്ളപ്പോഴാണ് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാക്കാറ്. രാവിലെ ഒരു 10 മണി മുതൽ തുടങ്ങും ഇന്ന് എന്താണ് നോമ്പ് മുറിക്കാൻ, അല്ലെങ്കിൽ ഒരു ഉച്ച സമയം ആകുമ്പോഴും ഞാൻ നോമ്പ് മുറിക്കട്ടെ, എനിക്ക് വിശക്കുന്നു, എനിക്ക് വെള്ളം ദാഹിക്കുന്നു, ഇങ്ങനെ പറഞ്ഞ് ഞങ്ങളിങ്ങനെ സമയം നീട്ടിക്കൊണ്ട് പോകും. രാവിലെ മുതൽ നോമ്പ് മുറിക്കുന്നതിനിടയിലുള്ള ഒരു സമയത്തിൽ അവൾക്ക് ഇഷ്ടമുള്ള ഒരു ലിസ്റ്റ് ഫുൾ ഉണ്ടാക്കും കേട്ടോ. അതെല്ലാം ഉണ്ടാക്കണം നോമ്പ് മുറിക്കുമ്പോൾ എന്ന് പറയും. അപ്പോൾ കുറച്ചൊക്കെ നമ്മൾ ഉണ്ടാക്കി വെക്കും. ഇന്നത്തെ കസ്റ്റാർഡ് ഒരു തട്ടിക്കൂട്ടലാണ് കേട്ടോ, പാത്തൂട്ടിയെ പറ്റിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും മധുരം പോലും ഇടാൻ ഞാൻ മറന്നുപോയിട്ടുണ്ട്. ലാസ്റ്റ് ഞാനത് മിൽക്ക് മെയ്ഡ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ ഇന്ന് നമുക്ക് ജ്യൂസിന് വേണ്ടിയിട്ട് പച്ചമാങ്ങയാണ് കേട്ടോ. പച്ചമാങ്ങ ജ്യൂസ് അടിപൊളിയാണ്. കുറച്ച് ഇഞ്ചിയും ഏലക്കയും തണുത്ത വെള്ളവും സൂപ്പറാണ്. ഒരു 6 മണിയായപ്പോഴേക്കും നമ്മളിത് എല്ലാം എടുത്ത് സെറ്റാക്കി വെച്ചു. പ്രിപ്പറേഷൻ തുടങ്ങി ഇഫ്താറിനുള്ളത്. കാരണം പാത്തൂട്ടിക്ക് ഒരു സമാധാനത്തിന് വേണ്ടി എല്ലാം റെഡിയാക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ. എങ്ങനെയുണ്ട്? സൂപ്പർ സൂപ്പർ. അപ്പോൾ ഇന്നത്തെ ദിവസം എങ്ങനെ കഴിഞ്ഞു? സപ്പോർട്ട് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കണ്ട കേട്ടോ. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.